മംഗലവാർത്താകാലം 2-ാം ഞായറാഴ്ച ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് നാം ധ്യാന വിഷയമാക്കുന്നത്. ഒപ്പം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളും. സക്കറിയായുടെ അടുത്തു വന്ന ഗബ്രിയേൽ മറിയത്തെ സമീപിച്ചു പറയുന്നു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആരാലും അറിയപ്പെടാത്ത ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടി ദൂതന്റെ വാക്കുകളിൽ അസ്വസ്ഥയാകുന്നു. അപ്പോൾ ദൂതൻ പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേര് വിളിക്കണം. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി. യഹൂദ നിയമം അനുസരിച്ച് വിവാഹത്തിന് മുൻപേ ഒരുവൾ ഗർഭിണിയായാൽ അവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവളായിരുന്നു. എല്ലാം അറിയാമായിരുന്നിട്ടും ദൈവത്തിനു മുൻപിൽ മറിയം നിശബ്ദയാവുകയാണ്. അവളുടെ കറയില്ലാത്ത പരിശുദ്ധിക്ക് മുൻപിൽ സ്വർഗവും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു: പുത്രൻ ജനിക്കുന്നതിന് മുൻപും ജനിക്കുമ്പോഴും ജനിച്ച ശേഷവും അവൾ കന്യകയായി തുടർന്നു. വെർജിനിത്താസ് ആന്തേ പാർത്തും, വെർജിനിത്താസ് ഇൻ പാർത്തും, വെർജിനിത്താസ് പോസ്റ്റ് പാർത്തും. ശരീരവും ആത്മാവും ഹൃദയവും മുഴുവനുമായി ദൈവത്തിന് സമർപ്പിച്ചവളാണ് മറിയം. അതുകൊണ്ടാണ് അവൾ അമലോത്ഭവയായിരിക്കുന്നത്. മാനുഷിക നിയമങ്ങളാൽ അല്ലാതെ ജനിച്ച ആദ്യ മാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വായുടെയും ഉൽപ്പത്തിയിലേക്കുള്ള ഒരു യാത്രയാണ് കന്യകയിൽ നിന്നും ജനിച്ച ഈശോയുടേത്. ഓട്സോ സോളമനിലെ ഗീതത്തില് കന്യാത്വത്തെ ഇപ്രകാരം കുറിക്കുന്നു: വേദനയില്ലാതെ മറിയം പ്രസവിച്ചു. സൂതകർമ്മിണിയുടെ ആവശ്യവുമില്ലായിരുന്നു, കാരണം അവളിൽ ജീവൻ നൽകിയത് ദൈവം തന്നെയാണ്. അപ്രേം പിതാവ് പറയുന്നുണ്ട്, മാലിന്യമില്ലാത്ത കന്യകയായിരുന്ന ഭൂമിയുടെ ആദ്യ സൃഷ്ടിയായി ആദം ജനിച്ചതുപോലെ കന്യാമറിയത്തിൽ നിന്ന് രണ്ടാമത്തെ ആദമായ ഈശോ ജനിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് മറിയം. ദൈവിക ചൈതന്യം നിറഞ്ഞു നിന്ന മറിയത്തിനെങ്ങനെ മനുഷ്യനോട് ചേരാനും ആദ്യ പാപത്തിലൂടെയുണ്ടായ ഗർഭാരിഷ്ഠിതകൾ ഉണ്ടാകാനും ഇടയാകും? നർസായി പറയുന്നുണ്ട്, ഹവ്വ സർപ്പത്തിന്റെ വാക്ക് ചെവിയിലൂടെ കേട്ടാണ് മരണത്തിന് ജന്മം നൽകിയത്. എന്നാൽ മറിയം ഗബ്രിയേൽ മാലാഖയുടെ വാക്ക് ചെവിയിലൂടെ കേട്ട് ജീവന് ജന്മം നൽകി. മറിയത്തിന്റെ കന്യാത്വത്തെ കുറിക്കുന്ന ഏതാനും പഴയ നിയമ ഇമേജറീസ് ഉണ്ട്. അതിലൊന്നാണ് കത്തുന്ന മുൾപടർപ്പ്. ഗ്രിഗറി ഓഫ് നീസ പറയുന്നു, മേരീസ് എ ബുഷ് ഓഫ് മാർവൽ. മോശ കണ്ട മുൾച്ചെടി കത്തി നശിക്കാത്തതുപോലെ ഈശോയാകുന്ന പ്രകാശം മറിയത്തിന്റെ കന്യാത്വത്തെ ദഹിപ്പിച്ചില്ല. രണ്ടാമത്തെ ഇമേജറി അഹറോന്റെ തളിർത്ത വടിയാണ്. മണ്ണിൽ വയ്ക്കാതെ അഹറോന്റെ വടി പുഷ്പിച്ചതുപോലെ ഈ ഭൂമിയുടെ മണ്ണും ജലവുമില്ലാതെ മറിയം തൻ്റെ കന്യാത്വത്തില് പുഷ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, കറകളില്ലാത്ത കളങ്കമില്ലാത്ത പരിശുദ്ധിയാണ് മറിയത്തെ ദൈവമാതാവാക്കി മാറ്റുന്നത്. ഒന്നിനോടും പരിഭവമോ പരാതിയോ ഇല്ലാതെ ദൈവഹിതത്തിന് മുൻപിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തരിച്ച മറിയത്തെ പോലെ ദൈവഹിതത്തിന് മുൻപിൽ ആമേൻ പറയണം. ചിലപ്പോൾ കല്ലെറിയപ്പെട്ടേക്കാം, വിധിക്കപ്പെട്ടേക്കാം, അവനവൻ്റെയും പ്രിയപ്പെട്ടവരുടെയും കുരിശുയാത്ര കണ്ടെന്നു വരാം, ജീവന്റെ പാതി കുരിശിൽ തൂങ്ങപ്പെട്ടെന്നു വരാം. അപ്പോഴെല്ലാം മറിയത്തെ പോലെ പരിശുദ്ധിയോടെ രക്ഷകൻ എന്നിൽ ജനിക്കാനുള്ള വഴികളാണിതൊക്കെയെന്ന് തിരിച്ചറിയണം. കറപുരളാത്ത മലിനപ്പെടാത്ത ഹൃദയവുമായി രക്ഷകന്റെ ജനനത്തിനായി നമുക്കൊരുങ്ങാം. നമ്മെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.